സാധാരണയായി നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായാണ് നമ്മൾ ഇതിനെ പലപ്പോഴും ഓർക്കാറുള്ളത്. നമ്മൾ സ്വാതന്ത്ര്യം എന്ന ആശയത്തെക്കുറിച്ച് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന വാക്കിനെ കുറിച്ച് കേൾക്കുമ്പോഴോ പലപ്പോഴും നമ്മൾക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാളികളെയുമാണ്. പക്ഷെ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള സ്വാതന്ത്ര്യം എന്ന ആശയം എന്തെന്നറിയാത്ത ഒരു സമൂഹത്തിൽ നടന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മറ്റൊരു പോരാട്ടത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടാതെ പോകുന്ന സ്വാതന്ത്ര്യത്തിന് മുൻപ് സ്വാതന്ത്ര്യത്തിന് തന്നെ വേണ്ടിയുള്ള ഒരു പോരാട്ടമുണ്ട്. ഈ പോരാട്ടം ഒരു ബ്രിട്ടീഷ് അധികാരിയോടുമായിരുന്നില്ല, സ്വയം ഇന്ത്യക്കാരെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കെതിരെയായിരുന്നു അത്. അങ്ങനെ ഒരു പോരാട്ടത്തിന് ഇവിടെ തുടക്കമിട്ടത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അംബേദ്കറിന് സ്വാതന്ത്ര്യം എന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് മാത്രമായിരുന്നില്ല, സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ളവരും എല്ലാവരും സമന്മാരായി നിൽക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ ഉണ്ടാക്കുക എന്നതായിരുന്നു അംബേദ്കറിന്റെ ലക്ഷ്യം എന്നത്. അതത്ര എളുപ്പമായിരുന്നില്ല. കാരണം ജാതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തോടാണ് സ്വാതന്ത്ര്യം എന്ന ഇന്ത്യയിൽ ഇതുവരെയും മുഴങ്ങി കേൾക്കാത്ത ഒരു ആശയത്തെ പറ്റി അംബേദ്കർ സംസാരിക്കുന്നതും പോരാടുന്നതും. 1891 മധ്യപ്രദേശിലെ മൗവിലാണ് അംബേദ്കർ ജനിക്കുന്നത്. അൺടച്ചബിൾ എന്ന് സമൂഹം അടയാളപ്പെടുത്തിയിരിക്കുന്ന കുടുംബത്തിലാണ് അംബേദ്കറും ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതലേ അന്ന് സാമൂഹികമായി നിലനിന്നിരുന്ന എല്ലാത്തരം വിവേചനങ്ങളും നേരിട്ട ഒരാളായിരുന്നു അംബേദ്കർ എന്നത്. അതായത് സ്കൂളിൽ മറ്റു കുട്ടികളോടൊപ്പം ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിയൂൺ ഒഴിച്ചു തരുന്ന വെള്ളമല്ലാതെ ആ കലത്തിൽ തൊടാനോ ആ കലത്തിൽ നിന്ന് വെള്ളം കുടിക്കാനോ അംബേദ്കറിന് അനുവാദം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഒരു ദിവസം പിയൂൺ വന്നില്ലെങ്കിൽ പോലും ആ കലത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാനുള്ള ഒരു അനുവാദം പോലും അംബേദ്കറിനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ തടസ്സങ്ങളൊന്നും അംബേദ്കർ എന്ന കുട്ടിയെ തകർത്തില്ല. ആ തടസ്സങ്ങൾ തന്നെയാണ് അംബേദ്കറിനെ ശക്തനാക്കിയതിന് പ്രധാന കാരണമെന്നത്. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ അംബേദ്കർ ബറോഡ മഹാരാജാവിന്റെ സ്കോളർഷിപ്പോടെ വിദേശത്തേക്ക് പോയി. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ PhDയും കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിയമത്തിൽ ബിരുദവും തുടർന്ന് ഫിലോസഫിയിൽ PhDയും അംബേദ്കർ നേടി. വിദേശത്ത് നിന്ന് 1923 തിരിച്ചെത്തിയ അംബേദ്കറിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് മുൻപ് സമൂഹത്തിലെ അടിമത്തത്തിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രരാക്കുക എന്നതായിരുന്നു അംബേദ്കറിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്നത്. 1924 ദളിതരുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ബഹിഷ്കൃത് ഹിതകാരണി സഭയ്ക്ക് അംബേദ്കർ രൂപം നൽകി. 1927 മഹദ് എന്ന പ്രദേശത്തെ പൊതുജല സംഭരണിയിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള താഴ്ന്ന ജാതിക്കാരുടെ അവകാശത്തിനായി അംബേദ്കർ നടത്തിയ സമരം അന്നത്തെ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും വെല്ലുവിളിക്കുന്നതായിരുന്നു. ഇതിനെയാണ് പിന്നീട് മഹദ് സത്യാഗ്രഹം എന്നറിയപ്പെട്ടത്. സാമൂഹികമായി ജാതി വ്യവസ്ഥയ്ക്കെതിരെ എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം വളരെ മന്ദഗതിയിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നത് അംബേദ്കർ മനസ്സിലാക്കുകയും എന്നാൽ ഒരു രാഷ്ട്രീയ അധികാരമുള്ളവർക്ക് ഇത് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ സാധിക്കാൻ കഴിയുമെന്ന് അംബേദ്കർ തിരിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ലണ്ടനിലേക്ക് ഇന്ത്യൻ നേതാക്കളെ ബ്രിട്ടീഷുകാർ ക്ഷണിച്ചപ്പോൾ അംബേദ്കർ പോയതിന് പ്രധാന കാരണമെന്നത്. എന്നാൽ ഭൂരിഭാഗം നേതാക്കളും ബ്രിട്ടീഷ് അധികാരം നിർത്തലാക്കണമെന്ന് സംസാരിക്കുമ്പോഴും അംബേദ്കർ സംസാരിച്ചിരുന്നത് ജാതീയമായ അടിച്ചമർത്തലുകൾ നിർത്തലാക്കണം എന്നതിനെ കുറിച്ചാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അധികാരത്തിലെത്തിയാൽ ജാതീയപരമായ അടിച്ചമർത്തലുകൾ കൂടുക തന്നെ ചെയ്യുമെന്നതായിരുന്നു അംബേദ്കറിന്റെ നിരീക്ഷണം എന്നത്. 1932 ബ്രിട്ടീഷുകാർ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് ദളിതർക്ക് പ്രത്യേക തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ എന്നതായിരുന്നു. ഇതിൽ ദളിതർക്ക് സ്വന്തം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടായാൽ ഇത് ഹിന്ദു സമൂഹത്തിന്റെ വിഭജനത്തിന് വഴിയൊരുക്കുമെന്നും ഗാന്ധിജി ഇതിനെതിരെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുകയും ചെയ്തു. അവസാനം ഗാന്ധി മരണത്തിലേക്ക് പോകുന്നു എന്നായപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം സെപ്പറേറ്റ് ഇലക്ടറേറ്റിന് പകരം ദളിതരുടെ റിസർവ്ഡ് സീറ്റ് എന്നതിൽ അംബേദ്കർ ഒപ്പുവെക്കുകയും ചെയ്തു. ഇതിനെയാണ് പിന്നീട് പൂന പാക്ട് എന്നറിയപ്പെട്ടത്. എന്നാൽ ഇതൊരു ധാരണ മാത്രമായിരുന്നെങ്കിലും ദളിതരുടെ പ്രതിനിധാനം ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുകയും ചെയ്തു. 1947 ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യയുടെ പുതിയ ഭരണഘടന തയ്യാറാക്കുന്ന ബ്രിട്ടീഷുകാരെയും മറ്റ് പ്രഗത്ഭന്മാരെയെല്ലാം ഗാന്ധിജി ഇന്ന് കാണുന്നുണ്ട്. ഇവരെല്ലാം മുന്നോട്ട് വെച്ച ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഡോക്ടർ BR അംബേദ്കറിന്റേതായിരുന്നു. 1947 ഓഗസ്റ്റ് 29 ഭരണഘടന തയ്യാറാക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി അംബേദ്കർ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രധാനമായും 3 ഭാഗങ്ങളാണ് അംബേദ്കർ ഭരണഘടന തയ്യാറാക്കുമ്പോൾ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് നിശ്ചയിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തേത് ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്, അതായത് നിയമത്തിലെ തുല്യത. രണ്ടാമത്തേത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്നത്. മൂന്നാമത്തേതാണ് ഫ്രീഡം ഫ്രം ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേചന സ്വാതന്ത്ര്യം എന്നത്. ഈ 3 ഭാഗങ്ങളും ഭരണഘടന തയ്യാറാക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അംബേദ്കർ നിശ്ചയിച്ചിരുന്നു. അതുപോലെ 1923 അംബേദ്കറിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഡോക്ടറൽ തീസിസായ ദ പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷനിലെ കണ്ടെത്തലുകളാണ് പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് കാരണമായത്. അംബേദ്കറിന്റെ കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യം എന്നത് ദേശീയ പതാക പാറിക്കുന്നത് മാത്രമായിരുന്നില്ല,
സമൂഹത്തിലെ ശക്തരായവരിൽ നിന്ന് ദുർബലരെ നിയമം മൂലം രക്ഷിക്കുക എന്നതായിരുന്നു അംബേദ്കറുടെ സ്വാതന്ത്ര്യം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. 1956 ഡിസംബർ 6-നാണ് അംബേദ്കർ അന്തരിച്ചത്. പക്ഷേ അംബേദ്കർ ഇന്ത്യക്ക് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആണ് ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്നത്. മാത്രമല്ല, ജാതിപരമായ വേർതിരിവുകളില്ലാതെ നമുക്കൊരു ക്ലാസ് മുറിയിൽ പോലും ഇന്ന് ഒരുമിച്ചിരിക്കാൻ കഴിയുന്നത് അംബേദ്കർ നടത്തിയ വലിയ പോരാട്ടത്തിന്റെ തുടർച്ചയാണ്. ഇതാണ് അംബേദ്കർ പോരാടിയ ഇന്ത്യ എന്നത്. ഇത് ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമല്ല, നമ്മൾ തന്നെ തമ്മിലിടുന്ന സാമൂഹികമായ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമായ ഇന്ത്യ എന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ